ശ്രീ എം ജയചന്ദ്രൻ ചേരുകയാണ്. സ്വാഗതം. നമസ്തേ എഡിറ്റേഴ്സ് ചോയ്സിലേക്ക്. അങ്ങ് ആദ്യം ഇല്ലായിരുന്നു. വളരെ പെട്ടെന്ന് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. വളരെ നല്ല കാര്യമാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ശബരിമലയുടെ വികസനം ചർച്ച ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഒരുപാട് വൈകിപ്പോയി. പക്ഷേ ഒരു വിധിയുടെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ കോടതി ഒരു ടൈം ലൈൻ പോലും നിശ്ചയിക്കുന്നതിന് മുമ്പ് ആ വിധി ആയുധമാക്കി ആചാരം, അനുഷ്ഠാനം, വിചാരം, വികാരം, ഭക്തരെ ചവിട്ടി മെതിച്ച ഒരു സംവിധാനം, അതിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി, അവർ നിയോഗിച്ച ബോർഡ്, അവരൊരു 5 സ്റ്റാർ സംഗമം നടത്തുമ്പോൾ ന്യായമായി വരുന്നൊരു ചോദ്യമാണ് ശ്രീ ജയചന്ദ്രൻ, എന്താണ് ഉദ്ദേശം? ലക്ഷ്യമിടുന്നത് എന്താണ്? അല്ല, താങ്കൾ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തില് പിന്നെ എല്ലാ മറുപടി പറയാനുള്ള ഒരുപാടുണ്ട്. അതൊന്നും പറയാതെ തന്നെ താങ്കളുടെ വാദമംഗളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് തെറ്റ് ഈ ചെയ്യുന്നതിൽ? അതൊന്ന് പറഞ്ഞു തരൂ. അതിന് കഴിഞ്ഞ അരമണിക്കൂർ അതിഥികൾ പറഞ്ഞതുകൊണ്ട് അങ്ങയുടെ സൗകര്യത്തിനായി ഞാൻ അതിഥികളിലേക്ക് തന്നെ പോവാണ്. ഞാൻ തന്നെ ഇരുന്ന് പറഞ്ഞാലുണ്ട്, ചോദിക്കാനും ഒരുപാടുണ്ട്. ഇവർക്ക് ശ്രീ ജയചന്ദ്രൻ, ഒരു മിനിറ്റ്. പമ്പ മണപ്പുറത്ത് നിന്ന് സ്വാമി ശരണം എന്ന് പറയാൻ കഴിയാത്തവർ, വിശ്വാസത്തെ അംഗീകരിക്കാത്തവർ, ഗണപതി മിത്ത് എന്ന് ബാധിക്കുന്നവർ, സനാതനധർമ്മം മ്ലേച്ഛമാണെന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു സംഗമം അല്പം മുമ്പ് പറഞ്ഞൊന്നും അങ്ങ് കേൾക്കാത്തതുകൊണ്ടാണ്. 5 സ്റ്റാർ സൗകര്യമൊരുക്കി വരുന്നവരുടെ പണത്തിൻ്റെ കരുത്തനുസരിച്ച് സ്വർണം, വെള്ളി, പിച്ചള, പ്ലാറ്റിനം എന്നിങ്ങനെ തിരിച്ച് ജർമ്മൻ പന്തലൊരുക്കി വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയ പമ്പാ നദീ തീരത്ത് സൗകര്യമൊരുക്കാൻ കാലങ്ങളെടുത്തവരാണ്. അവർ നടത്തുമ്പോൾ ഉയരുന്നൊരു ചോദ്യമാണ്, ഉദ്ദേശശുദ്ധി ചെയ്യപ്പെടുകയാണ്. കോടതി പോലും ചോദിച്ചതാണ്. ഇനി നമ്മൾ തമ്മിൽ വാദിച്ച് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങേക്കിപ്പോൾ മറുപടി ഉണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം, ഇല്ലെങ്കിൽ ഞാൻ മറ്റതിഥികളെ കൊണ്ട് മറുപടി പറയിക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, സ്വാഭാവികമല്ലേ എന്താണ് ലക്ഷ്യമെന്ന്? വിശ്വാസമില്ലാത്തവർ വിശ്വാസ സംഗമം വിളിച്ചു കൂട്ടുമ്പോൾ ചോദ്യങ്ങൾ ഉയരുക സ്വാഭാവികമല്ലേ? അങ്ങേക്ക് പറയാം. ഓക്കെ. താങ്കൾ ആ ഒരു പിന്നെ നിലയിലേക്ക് വീണ്ടും അത് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ എനിക്ക് ഉള്ള കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയണമല്ലോ, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ചർച്ചയിലേക്ക് കയറുമ്പോൾ കേട്ടത് അഡ്വക്കേറ്റ് ജയസൂര്യന്റെ ചില വാക്കുകളാണ് കേട്ടത്. വാസ്തവത്തിൽ അമ്പരന്ന് പോയി. ഇങ്ങനെയൊക്കെ ഒരാൾ എങ്ങനെയാണ് പറയുക? അദ്ദേഹം BJP-യെ പ്രതിനിധീകരിച്ചാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. അത് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയാണ് ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ, ഗോൾഡ് ഇങ്ങനെയൊക്കെയുള്ള തരംതിരിവുകൾ അവിടെ ഉണ്ട്. 5 തരത്തിലുള്ള തരംതിരിവുകളുണ്ട്. അത് താങ്കളും അത് അക്നോളജ് ചെയ്യുന്നതുണ്ട്. എവിടുന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടിയതെന്നൊന്ന് ഒന്ന് പറയണം. ഇപ്പൊ വേണ്ട, അഡ്വക്കേറ്റ് ജയസൂര്യന്റെ ആ സമയം വരുമ്പോൾ പറഞ്ഞാൽ മതി. അങ്ങനത്തെ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു എന്നുപോലും അദ്ദേഹം അങ്ങ് പിന്നെ തീരുമാനിച്ച് പറയുകയാണല്ലോ. ഇത് പിണറായി വിജയനോ മന്ത്രിസഭയിലെ മറ്റാരെങ്കിലുമോ LDF-ൽപ്പെട്ട ആരെങ്കിലുമോ ഒരാളും അത്ര ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡിൽപ്പെട്ട ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ബോധ്യം. ആ ബോധ്യം തെറ്റാണെങ്കിൽ താങ്കൾ സകാരണം അത് തിരിച്ചു തരണം അഡ്വക്കേറ്റ് ജയസൂര്യൻ. അത് താങ്കളുടെ സമയമാകുമ്പോൾ അതേ ഉള്ളതിനെ സംബന്ധിച്ച് പറയാനായിട്ട്. പിന്നെ ശ്രീ പ്രദീപ് പിള്ള, താങ്കൾ ചോദിക്കുന്നത് എന്തിനാണ് ഈ ആഗോള സംഗമം എന്നുള്ളതാണല്ലോ. വളരെ നല്ല ചോദ്യമാണ്. താങ്കൾ അങ്ങനെ ചോദ്യം എന്നോട് ചോദിച്ചതിൽ ഞാൻ ആദ്യമേ അങ്ങയോട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് ഈ പിന്നെ ഇത് ഈ ഒരു ഡേറ്റ്, ഈ ഒരു ദൈവം, അയ്യപ്പൻ എന്നുള്ള സങ്കല്പം, ദൈവം പിന്നെ അത് എത്രയോ നൂറ്റാണ്ടുകളായി മലയാളികളുടെ സ്വന്തമാണ്. ഇപ്പോൾ മലയാളികൾക്ക് മാത്രമല്ല മറ്റ് മുഴുവൻ നാട്ടുകാർക്കും സ്വന്തമാണ്. അത് ആ നിലയിലേക്ക് എത്തിക്കാനായി ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടം ദേവസ്വം ബോർഡുകൾ രാജഭരണകാലത്ത് നിന്ന് ജനാധിപത്യ ഭരണകാലത്തിലേക്ക് ഇത് കൈമാറി കൊടുത്തതിന് ശേഷം തുടങ്ങുന്നത് പിന്നെ 1950-ലാണല്ലോ. 50 മുതൽ 67 വരെയുള്ള കാലത്ത് കടുത്ത ദാരിദ്ര്യം പിടിച്ച അവസ്ഥയായിരുന്നു പിന്നെ ദേവസ്വം ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അക്കാലങ്ങൾ ഭരിച്ചിരുന്ന മുതലുള്ള ദേവസ്വം ബോർഡുകളുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ആ ചരിത്രങ്ങളൊക്കെ താങ്കൾക്കും അല്ലെങ്കിൽ ആർക്കും അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനുശേഷമാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പച്ച പിടിച്ചു വരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കേട്ടിട്ടുള്ളത് പിന്നെ
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇവിടെ കടം പറയരുത് എന്ന് പല ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ മുമ്പിലുള്ള ഭക്ഷണശാല ഭോജനശാലകളിൽ, ഹോട്ടലുകളിലും ചായക്കടകളിലും തട്ടുകടകളിലും ഒക്കെയാണ് കുട്ടികളിൽ വ്യാപകമായിട്ടില്ല. ഒക്കെ ബോർഡ് തൂക്കിയിരുന്നതായിട്ട് വരെ ഞാൻ പ്രായം ചെന്ന ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അത്. പിന്നെ അത് അങ്ങനത്തെ ഘട്ടത്തിൽ നിന്നാണ് ദേവസ്വം ബോർഡ് പടിപടിയായി ഉയർന്ന് പിന്നെ ഇത് ഈ 67 മുതൽ 71 വരെ കാലഘട്ടത്തിൽ അവിടെ മുതൽ തുടങ്ങിയ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലും വരുമാനത്തിലും. ശബരിമല മൊത്തത്തിൽ മികവാർന്നൊരു ആധ്യാത്മിക കേന്ദ്രമാക്കി മാറ്റുന്നതിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടത്. അതിന് പിന്നെ നമ്മുടെ തിരുവാഭരണമൊക്കെ സമർപ്പിച്ചത് മഹാരാജാവാണ്. അന്നത്തെ കുറെ രാജഭരണം പോയെങ്കിലും അല്ലെങ്കിൽ അവർ നമ്മുടെ ആണുങ്ങളൊക്കെ സമർപ്പിച്ച ഒരു ചരിത്രമാണുള്ളത്. അതൊക്കെ വലിയ തോതിൽ പിന്നെ ശബരിമല ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പ ജ്യോതി പ്രയാണം 3000 കിലോമീറ്റർ തമിഴ്നാട് മൂലയിലും പിന്നീട് നിർത്താതെ ആന്ധ്രയിലേക്ക് വ്യാപിപ്പിച്ചതും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ശബരിമലയ്ക്ക്. പല കാലങ്ങളിലായി അതിന്റെ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നുണ്ടായിട്ട് ഭക്തരുടെ ഒരുപാട് പിന്നെ ഇപ്പോ ഒരുപക്ഷെ ജയസൂര്യനും അല്ലെങ്കിൽ ശ്രീകുമാരും ഒക്കെ വഴിപാടെന്ന് പറയും. ഞാൻ അതിനെ സമർപ്പണം എന്നാണ് പറയുക. അത് പിന്നെ ഈ വിജയ് മല്യ പോലുള്ള ആൾക്കാർ സ്വർണം പൊതിഞ്ഞപ്പോൾ അത് ചെയ്തപ്പോൾ ശ്രീകുമാർ പറഞ്ഞത് വഴിപാടാണ്. ഞാനതിനെ വഴിപാടായിട്ട് ഒരിക്കലും കാണുകയില്ല, കരുതുകയില്ല. കാരണം ശബരിമലയിൽ വഴിപാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.